പോലീസിനെതിരെ തിരിഞ്ഞ് പോലീസിനെ തള്ളി മാറ്റി സെക്രട്ടറിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഒരു പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റു. എന്നാലും ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ വീണ്ടും ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അല്പം മുൻപാണ് ഒരു പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. സാധാരണഗതിയിൽ യുദ്ധത്തിന്റെ രാത്രിയിലുള്ള മാർച്ചുകൾ പലപ്പോഴും സംഘർഷത്തിലേക്ക് മാറാറില്ല. സെക്രട്ടറിക്ക് മുന്നിൽ പകൽ സമയങ്ങളിലുള്ള മാർച്ചുകളാണ് ഇതേ രീതിയിൽ സംഘർഷത്തിലേക്ക് മാറുന്നത്. പക്ഷേ ഇപ്പോൾ യുദ്ധത്തിന്റെ മാർച്ച് സംഘർഷത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇവർ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തിരുവനന്തപുരം സ്റ്റാച്യു റോഡ് പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പ്രതിഷേധം ശക്തമായി തന്നെ ഒരുപക്ഷെ രാത്രി കാലങ്ങളിൽ അവരുടെ നേതാവിന് പരിക്കേറ്റ സാഹചര്യത്തിൽ അതേ തീവ്രതയോടുകൂടി തന്നെ ഈ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുകയാണ്. പ്രതിഷേധം വളരെ ഒരുപക്ഷെ വലിയ ഒരു സെക്രട്ടറിയിലെ ഒരു സംസ്ഥാന തലത്തിലുള്ള മാർച്ച് ഉണ്ടാകുന്ന ഒരു ആൾബലമൊന്നും ഇല്ല. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വളരെ കുറച്ച് പ്രവർത്തകരാണെങ്കിലും ശക്തമായി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ കഴിഞ്ഞു. ആ രേഖപ്പെടുത്തുന്നത് തന്നെയാണ് പ്രതിഷേധം ആരംഭിച്ച് മിനിറ്റുകൾക്കകം പോലീസ് ലാത്തി വീശുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇപ്പോൾ വീണ്ടും പ്രതിഷേധം റോഡ് ഉപരോധിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സുഹൈൽ, എന്തായാലും വടകര എംപിയും യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ ഷാഫി പറമ്പിൽ എംപിയെ നടുറോഡിൽ പോലീസിന്റെ ലാത്തി ചാർജിൽ പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് പോലീസ് മർദ്ദിച്ചെന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സംസ്ഥാന വ്യാപകമായി അവരുടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ്, ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷഭരിതമായിരിക്കുന്നു. പ്രവർത്തകർക്ക് നേരെ തുടക്കത്തിൽ പോലീസ് ലാത്തി വീശി. ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ ഇരുന്നു കൊണ്ട് അവരുടെ പ്രതിഷേധം തുടരുകയാണ്. റോഡ് അടച്ചുകൊണ്ട് റോഡിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധം പ്രവർത്തകർ തുടരുന്നു. നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ എണ്ണത്തിൽ വലിയ എണ്ണമില്ലെങ്കിലും അവരുടെ പ്രതിഷേധത്തിന്റെ കനം അതല്പം കൂടുതൽ തന്നെയാണ്. അങ്ങനെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം വയനാട്ടിലും ആലപ്പുഴയിലും കോഴിക്കോട് അടക്കം കണ്ട അതേ തീവ്രതയിൽ അതേ പ്രതിഷേധം രാത്രി വഴി തിരുവനന്തപുരത്തിന്റെ സെക്രട്ടറിന്റെ പരിസരത്തെയും അലയടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറുകൾ. ഉമേഷ് പാലശ്ശേരി, ഉമേഷ്, സംസ്ഥാന വ്യാപകമായ വിവിധയിടങ്ങളിൽ സമാനമായ പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സെക്രട്ടറി നടത്തുന്നത് മനസ്സിലാക്കുന്നു. തുടക്കത്തിൽ പ്രകോപനത്തിൽ പോലീസ് ലാത്തി വീശിയെങ്കിൽ ഇപ്പോൾ റോഡിൽ ഇരുന്നുകൊണ്ട് അവരുടെ പ്രതിഷേധം തുടരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പ്രവർത്തകർ ഉടൻ അനുനയിക്കാൻ ഒരു സാധ്യത അവിടെയുണ്ടോ? കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടോ? നിലവിൽ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ് ഉമേഷ്? ഉമേഷ്, ഇപ്പോൾ പോലീസ് തുടക്കത്തിൽ പ്രകോപിതരായ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. അതിന് പിന്നാലെ ഒന്നോ രണ്ടോ പ്രവർത്തകർക്ക് പരിക്കേറ്റെന്ന് മനസ്സിലാക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ റോഡിലിരുന്നു കൊണ്ട് വഴിയടച്ചുള്ള പ്രതിഷേധത്തിലേക്ക് അവർ കടന്നു പോവുകയാണ്. അനുനയത്തിനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? പ്രതിഷേധം ശക്തമാവുകയാണോ ഉമേഷ്? പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. അത്തരത്തിൽ അനുനയത്തിനുള്ള സമയമൊന്നും ആയിട്ടില്ല. കാരണം പ്രതിഷേധം സാധാരണഗതിയിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഈ രീതിയിൽ ചെറിയ രീതിയിൽ പോലീസുമായിട്ടൊന്നും നെല്ലും ഉണ്ടാവും, ഒരുപക്ഷെ ഉദ്ഘാടന പ്രസംഗം ഉണ്ടാകും. അത്തരത്തിൽ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു നേതാക്കൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പ്രകടനമായി രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് പ്രകടനമായി സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിലേക്ക് എത്തുന്നു. എത്തിയ ഉടൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്ന പോലീസുകാരെ തള്ളി മാറ്റി സെക്രട്ടറിയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ കുറച്ച് സമയം പോലീസ് സംയമനം പാലിച്ചു. പക്ഷേ തൊട്ട് പിന്നാലെ പോലീസ് ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായി. ലാത്തി വീശിയപ്പോൾ ഒരു കൂട്ടം പ്രവർത്തകർ ചിതറി ഓടിയെങ്കിലും ഏറ്റവും മുന്നിൽ നിന്ന പ്രവർത്തകർക്ക് മർദ്ദനമേറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വളഞ്ഞിട്ട് പോലീസ് ആക്രമിക്കുകയും ചെയ്തു. പോലീസ് വളഞ്ഞിട്ട് ലാത്തി വീശി. എന്തായാലും ഈ നിലവിൽ അതിൽ പ്രതിഷേധിച്ചപ്പോൾ ഈ സമരഗേറ്റിനോട് ചേർന്നുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്ഥിരമായി നമ്മൾ കാണുന്ന ആ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ആ റോഡ് പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ സംയമനത്തോടു കൂടി തന്നെയാണ് പ്രതിഷേധം. മറ്റ് അക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ റോഡ് പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തുകയാണ്. പോലീസ് മറ്റൊരു ഭാഗത്ത് സമരഗേറ്റിന് മുന്നിൽ മറ്റൊരു ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ട്. ജലപീരങ്കി അടക്കമുള്ള മറ്റ് പ്രതിരോധ ക്രമീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തുണ്ട്. പോലീസ് ഈ ഭാഗത്തേക്ക്, അതായത് ഈ സമരം നടത്തുന്ന റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിട്ടില്ല. പോലീസ് എല്ലാം മാറി സമരഗേറ്റിന് മുന്നിൽ പൂർണ്ണമായി അണിനിരന്നുകൊണ്ട് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.